മലയാള സിനിമയെ സംബന്ധിച്ച് പരീക്ഷണ സ്വഭാവമുള്ളതും മികവ് പുലർത്തുന്നതുമായ നിരവധി സിനിമകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. അതിന്റെ മുൻനിരയില് സിനിമകളുടെ തെരഞ്ഞെടുപ്പുകളിൽ അമ്പരപ്പിച്ചുകൊണ്ട് എപ്പോഴും മമ്മൂട്ടിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രവും അങ്ങനെ തന്നെ. കരിയറില് ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത സ്വഭാവത്തിലുള്ള ഒരു പ്രതിനായക കഥാപാത്രത്തെയാണ് കളങ്കാവല് എന്ന ചിത്രത്തില് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ വേറിട്ട വഴികളിലൂടെയുള്ള സഞ്ചാരത്തെ എപ്പോഴും കൈയിടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പ്രേക്ഷകര് ഇക്കുറി കൂടുതല് ആവേശത്തോടെയാണ് കളങ്കാവലിനെ വരവേറ്റിരിക്കുന്നത്. റിലീസ് ദിനമായ വെള്ളിയാഴ്ച മുതല് മികച്ച പ്രതികരണം ലഭിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിലും കുതിക്കുകയാണ്. ഇപ്പോഴിതാ ഞായറാഴ്ച കൂടി ചേർത്തുള്ള ചിത്രത്തിന്റെ ആദ്യ വാരാന്ത്യ കളക്ഷന് പുറത്തെത്തിയിരിക്കുകയാണ്. കേരളത്തില് വെള്ളിയാഴ്ചത്തേക്കാള് കളക്ഷനാണ് ചിത്രം ശനിയാഴ്ച നേടിയിരുന്നത്. അതിലും അധികമാണ് ഞായറാഴ്ച നേടിയത് എന്നാണ് ട്രാക്കർമാര് അറിയിക്കുന്നത്. കേരളത്തില് നിന്ന് മാത്രമുള്ള ആദ്യ വാരാന്ത്യ കളക്ഷന് 15.7 കോടിയാണെന്നാണ് റിപ്പോർട്ട്. ഇത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനാണ്. ഭീഷ്മപർവ്വവും ടർബോയുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളില്. എന്നാല് ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്ററുകളില് എത്തിയത് വ്യാഴാഴ്ചകളില് ആയിരുന്നു. അതിനാൽ തന്നെ അവയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് 4 ദിവസത്തേതാണ്. അങ്ങനെ നോക്കുമ്പോൾ അവയേക്കാള് മികച്ച രീതിയില് ബോക്സ് ഓഫീസില് പെർഫോം ചെയ്തിരിക്കുന്നത് കളങ്കാവല് ആണ്. ആഗോള ബോക്സ് ഓഫീസിലും സമാനമാണ് അവസ്ഥ. ട്രാക്കർമാര് പുറത്തുവിടുന്ന കണക്കുകള് പ്രകാരം ആഗോള ബോക്സ് ഓഫീസില് നിന്ന് കളങ്കാവല് ആദ്യ 3 ദിനങ്ങളില് നേടിയിരിക്കുന്നത് 44 മുതൽ 45 വരെ കോടിയാണ്. ഭീഷ്മപർവ്വം 44.6 കോടിയും ടർബോ 44.55 കോടിയുമാണ് ആദ്യ വാരാന്ത്യത്തില് നേടിയത്. എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളുടെയും ഫസ്റ്റ് വീക്കെൻഡ് 4 ദിനങ്ങള് നീണ്ടതാണ്. അതേസമയം പുറത്തെത്തിയ കണക്ക് അനുസരിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ 8ാമത്തെ ആദ്യ വാരാന്ത്യ കളക്ഷനുമാണ് കളങ്കാവല് നേടിയിരിക്കുന്നത്.